ഹലോ ഗേസ് സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഗോളിലേക്ക് സ്പോർട്സ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. പോക്കിമോൻ യുണൈറ്റ് ഏഷ്യ ചാമ്പ്യൻസ് ലീഗ് 2025 ഇന്ത്യ ലീഗിൽ വേറെ ലെവൽ മത്സരങ്ങളാണ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചത്. നമ്മളെല്ലാവരും ഒരു ഹിസ്റ്ററിക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോക്കിമോൻ യുണൈറ്റിൽ ഇത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത്രത്തോളം വാച്ചിങ്ങും നമുക്ക് ഈ ഒരു ഗെയിമിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ലെവൽ കോമ്പറ്റീഷൻ ആയിരുന്നു ഇന്ത്യയിലെ ടോപ്പ് ഓർഗുകൾ തമ്മിൽ ഇന്നലെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഗ്രൂപ്പ് സ്റ്റേജുകൾ അവസാനിച്ചപ്പോൾ ഗോളിലേക്ക് 7ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലേ ഓഫ്സ് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. എല്ലാ മാച്ചുകളും ജയിച്ചാൽ മാത്രമേ ഗോളിലേക്കിന് ചാമ്പ്യൻ ആകാൻ പറ്റൂ എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. തികച്ചും ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എല്ലാവരും ഗ്ലോബലി സ്പോർട്സ് RNT ടോപ്പിൽ നിൽക്കുന്ന ആ ഒരു ടീം കപ്പടിക്കുന്നതായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്ലേ ഓഫ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ചരിത്രമാണ്. അൺബീറ്റബിൾ കംബാക്കാണ് നമുക്ക് ഗോൾ ലൈക്കിന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചത്. തുടക്കത്തിലെ മാച്ചിൽ മാർക്കോസ് ഗെയിമിങ്ങിനെ തോൽപ്പിച്ചു, പിന്നീട് ട്രൂ റിപ്പേഴ്സിനെ തോൽപ്പിച്ചു, പിന്നീട് ഗോഡ്സ്റൈനെ, റെക്കനിങ് സ്പോർട്സിനെ, SA2L ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു മാച്ച് പോലും SA2L ജയിക്കാത്ത ഗോൾ ലൈക്ക് ഈ ഒരു പ്ലേ ഓഫ്സിൽ SA2L തോൽപ്പിച്ചു. പിന്നീട് സെമിയിൽ ഗ്ലോബലി സ്പോർട്സിനെയും ഗ്രൂപ്പ് സ്റ്റേജിലെ ചാമ്പ്യന്മാരായ RNTയെയും തോൽപ്പിച്ചുകൊണ്ട് അൺബീറ്റബിൾ ജേണി ആയിരുന്നു ഈ ഒരു പ്ലേ ഓഫ്സിൽ ഗോൾ ലൈക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു ഇന്ത്യ ലീഗിൻ്റെ ചാമ്പ്യന്മാരും ഗോൾ ലൈക്കായി വേറെ ലെവൽ കംബാക്ക് നമ്മൾ ഇതുവരെ ഇന്ത്യൻ സ്പോർട്സിൽ ഇത്രയും ലെവൽ ഒരു കംബാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ആ ഒരു കംബാക്കാണ് പോക്കിമോൻ യുണൈറ്റഡിൽ നമുക്ക് ഗോൾ ലൈക്കിൻ്റെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. 34 ലക്ഷം രൂപയായിരുന്നു ഇതിൻ്റെ പ്രൈസ് പൂള് ഉണ്ടായിരുന്നത്. ഏകദേശം 13 ലക്ഷം രൂപ ഗോളിലേക്ക് സ്വന്തമാക്കി. സെക്കൻഡ് എത്തിയത് RNTX ആണ്. 7 ലക്ഷം രൂപയും അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒപ്പം 2025 ആദ്യമായിട്ട് ഒരു ടീം ഇതാ ഇന്റർനാഷണൽ ഇവന്റിലേക്ക് പോവാണ്. ഗോളിലേക്ക് പോക്കിമോൻ യുണൈറ്റഡിന്റെ ഏഷ്യ ചാമ്പ്യൻസ് ലീഗ് 2025 ക്വാളിഫൈ ആയിരിക്കുകയാണ്. ഇന്ത്യയെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഗോളിലേക്കാണ് ഈ ഒരു ഇവന്റ് കളിക്കാൻ പോകുന്നത്. മാർച്ച് ലാസ്റ്റ് ജപ്പാനിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത്. എന്തായാലും വേറെ ലെവൽ കംബാക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇതിന് ശേഷം നമുക്ക് ഒരുപാട് ബാന്തറുകളും ഒരുപാട് കമന്റുകളും ഗോളിലേക്കിന്റെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് സാധിച്ചിട്ടാണ്. അത്രത്തോളം വലിയൊരു കംബാക്കാണ് ഗോളിലേക്ക് ഇന്നലെ കാഴ്ചവെച്ചത്. അതിൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ അപ്തർഷി സ്പോർട്സിന്റെ മൾട്ടിവേഴ്സ് സീരീസ് 3 ലക്ഷം രൂപ പ്രൈസ് പൂൾ ചെയ്യുന്നതിന്റെ ഫൈനൽസിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പോക്കിമോൻ യുണൈറ്റഡിൽ ഗോളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ BGMAയിൽ ഇതാ സോള് ആ ഒരു ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ആൾറെഡി നല്ലൊരു പോയിന്റ് ഡിഫറൻസ് സോൾ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ 41 പോയിന്റും കൂടിയും അവർ ആഡ് ചെയ്തുകൊണ്ട് 229 പോയിന്റുമായിട്ട് സോള് ഈ ഒരു ടൂർണമെന്റിലെ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. 1,25,000 രൂപ അവരും സ്വന്തമാക്കിയാൻ. ഗോഡ്സ്റൈന് കാർണിവൽ ഗെയിമിങ്ങിനെ പിന്തള്ളിക്കൊണ്ട് അവർ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി. മാച്ച് 1 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും ലാസ്റ്റ് മാച്ചിൽ 11 ഫിനിഷസോട് കൂടിയുള്ള ഇമ്പോർട്ടൻറ്റ് മാച്ചും അവർ എടുത്തുകൊണ്ട് 62 പോയിന്റാണ് ഇന്നലെ സ്വന്തമാക്കിയത്. അങ്ങനെ കാർണിവൽ ഗെയിമിങ്ങിനെ പിന്തള്ളിക്കൊണ്ട് 202 പോയിന്റോട് ഗോഡ്സേനെ അവർ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി. 75,000 രൂപ അവർ സ്വന്തമാക്കിയാൻ. കാർണിവൽ ഗെയിമിങ് തേർഡ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 39 പോയിന്റായിരുന്നു. ഇന്നലെ 39 പോയിന്റ് സ്വന്തമാക്കിയിട്ടുള്ള 183 പോയിന്റായിട്ട് തേർഡ് പൊസിഷനിലേക്ക് എത്തിക്കൊണ്ട് 50,000 രൂപ അവരും സ്വന്തമാക്കി. നമ്മളെ മല്ലൂർഗാളെ നോണക്സ് 7ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത് 148 പോയിന്റുമായിട്ട്. ടോപ്പ് ഫ്രാഗർ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എസ്പവറിനൊക്കെ പിന്തള്ളിക്കൊണ്ട് നമ്മളെ സോളിന്റെ IGL മാന്യ ആ ഒരു MVP ആയിരിക്കുകയാണ്. 47 ഫിനിഷേഴ്സ് സ്വന്തമാക്കിക്കൊണ്ട് 25,000 രൂപ മാന്യയും സ്വന്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നടന്ന തേർഡ് പാർട്ടി ഇവന്റുകളൊക്കെ അവസാനിച്ച് ഇനി പുതിയ ഇവന്റുകൾ തുടങ്ങും. ആൻഡ് 31-ാം തീയതി നമ്മൾ ESNന്റെ ലാൻ ഇവന്റും വരാനിരിക്കുന്നുണ്ട്. അതായിരിക്കും ഫസ്റ്റ് ലാൻ ഇവന്റ് എന്ന് പറയുന്നത്. ആരായിരിക്കും അവിടെ കപ്പടിക്കുക എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഗെയിമായുള്ള ഇന്ത്യസ് ബാറ്റിൽ റോയലിന്റെ ഇന്റർനാഷണൽ ടൂർണമെന്റിന്റെ നാഷണൽ ക്വാളിഫയേഴ്സ് ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. 10 ലക്ഷം രൂപയായിരുന്നു അതിന്റെ പ്രൈസ് പൂള് ഉണ്ടായിരുന്നത്. 2 ദിവസം നീണ്ടു നിന്ന ആ ഒരു ഗ്രാൻഡ് ഫൈനൽസിൽ സ്പോർട്സ് ബാറ്റിൽ ഗ്രൗണ്ട് പറഞ്ഞ ടീം ചാമ്പ്യന്മാരായിരിക്കുകയാണ്. 153 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 4 ലക്ഷം രൂപയാണ് അവർ നേടിയിട്ടുള്ളത്. ഇതിൽ നമ്മളെ BGMA പ്രോ പ്ലേയേഴ്സ് ആയുള്ള ഓസ്റ്റിനൊക്കെ ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. BGMAയിൽ നിന്ന് ഷിഫ്റ്റ് ആയിട്ട് ഇന്ത്യസ് ബാറ്റിൽ റോയലിലേക്ക് ഈ ഒരു പ്ലേയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർ അതിൻ്റെ ചാമ്പ്യന്മാരായിക്കൊണ്ട് ഇതിൻ്റെ ഇന്റർനാഷണൽ ടൂർണമെന്റിലേക്കും ക്വാളിഫൈ ആയിട്ടുണ്ട്. സെക്കൻഡ് എത്തിയ മാജിക് ആണ്. 150 പോയിന്റ് സ്വന്തമാക്കി. വെറും 3 പോയിന്റിന്റെ ഡിഫറൻസിലാണ് അവർക്ക് ആ ഒരു ചാമ്പ്യൻ പട്ടം നഷ്ടമായത്. 2.5 ലക്ഷം രൂപ അവരും സ്വന്തമാക്കി.
തേർഡ് എത്തിയത് റെക്കനിങ് സ്പോർട്സ് ആണ്. 1,50,000 രൂപ അവരും സ്വന്തമാക്കിയിരുന്നു. ഇനി ഇതിൻ്റെ ടോപ്പ് ഓർഗുകളുടെ മത്സരങ്ങളും വരാനിരിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ആ ഒരു ലാൻ ഇവൻറ്റ് വരാനിരിക്കുന്നത്. നമുക്ക് നോക്കാം ടോപ്പ് ഓർഗുകളിൽ ഗോളിലേക്കും മെസ്സേറ്റുകളും RNT ഒക്കെ അവരുടെ ലൈനപ്പ് അനൗൺസ് ചെയ്യോ ഇല്ലെന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ദിവസം വരെ ബൈ ഗൈസ്.